അടുത്ത കാലത്ത് നമ്മൾ നടത്തുന്ന ഒരുവിധം സർവേ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്, സോ സർവേയും സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കുന്നത് ഈ ഡ്രഗ്സിൻ്റെയും ആൽക്കഹോളിൻ്റെയും ഉപയോഗം ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ. സോ എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ ഡ്രഗ്സ് അതുപോലെ ആൽക്കഹോള് അതിൻ്റെയൊക്കെ ഉപയോഗം ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ നിരക്ക് ഒരുപാട് വർദ്ധിച്ചതായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സും സർവേയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് കൺസേൺ ഉണ്ടാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഇൻക്രീസ് യൂസേജ് ഓഫ് ഡ്രഗും ആൽക്കഹോളും, അത് യൂത്തിൻ്റെ ഇടയിൽ. കാരണം ഇത് നമ്മുടെ ശ്രദ്ധയിൽ കാര്യമായി പെട്ടിട്ടില്ലെങ്കിൽ, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റുകളിലേക്ക് അത് ലീഡ് ചെയ്യും. സോ ഇതിന് നമ്മൾക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ്, യൂത്തിന് നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കണം. പ്രോപ്പർ എഡ്യൂക്കേഷൻ അതുപോലെ പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ യൂത്തിന് ഒരു സേഫ് ഗാർഡ്, അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഇതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ട ആവശ്യകതയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വളരെ നിർബന്ധമായിട്ടും ഈ യൂത്തിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും അതുപോലെ ഗൈഡൻസും കൊടുത്താൽ മാത്രമേ യൂത്തിന് ഈ പറഞ്ഞ ഒരു ഇതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേണിന്ന് അവർക്ക് അവരെ തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സേഫ് ഗാർഡായിട്ട് ആക്ട് ചെയ്യാനും ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിർബന്ധമായും ഇതുപോലത്തെ ടോപ്പിക്കുകൾ ഈ പറഞ്ഞ ഈ +1 +2 ആ കാലയളവിലും അതിന് മേലെയുള്ള കാലയളവിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ഇത് നിർബന്ധമായും പഠിപ്പിക്കുന്നത്. അവർക്ക് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഉപയോഗം, ഇത് നമ്മുടെ ബോഡിയിൽ എന്തുമാത്രം ഇഫക്റ്റുകളാണ് വരുത്തുന്നതെന്ന്, ഇത് എത്രമാത്രം നമ്മുടെ ബോഡി ഫങ്ഷനെ ബാധിക്കുമെന്ന്, എസ്പെഷ്യലി ഈ യൂത്ത്. ബിക്കോസ് ഈ വക ഹാബിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ യൂത്തിലാണ്. സോ അവരറിഞ്ഞിരിക്കേണ്ടതാണ് ഈ വക ഹാബിറ്റുകൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ബിഹേവിയർ ഹാബിറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരതിൻ്റെ ഇമ്പാക്റ്റുകൾ, അതിൻ്റെ സൈഡ് എഫക്റ്റുകളും നമ്മുടെ ബോഡി അതുപോലെ നമ്മുടെ എല്ലാം ടോട്ടൽ ഫ്യൂച്ചറിനെ തന്നെ നശിപ്പിച്ച് കളയാൻ പാകത്തിലുള്ള യൂസേജുകളാണ് ഈ പറഞ്ഞ ഡ്രഗ്സും ആൽക്കഹോളൊക്കെ. സോ അതൊരു പരിധിക്കപ്പുറം പോകുമ്പോഴാണ് നമ്മളതിനെ എബ്യൂസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ആൽക്കഹോൾ. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗും ആൽക്കഹോളിൻ്റെയും അബ്യൂസ്, യൂസേജ് അല്ല, അതിനും പരിധിയിൽ വിട്ട് നമ്മളെ ബോഡി ഫങ്ഷനെ വരെ എഫക്റ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിന് വരെ ഇല്ലാണ്ടാക്കി വരുന്ന ഒരു ഹാബിറ്റിലേക്ക് വഴിതെളിക്കുമ്പോഴാണ് നമ്മളതിനെ എബ്യൂസ് എന്ന് പറയുക, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ എബ്യൂസ്. സോ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ചില ഡ്രഗുകളുണ്ട്, അതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്രഗ് അബ്യൂസ് പറയുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഒപ്പിയോയിഡ്സ്, കാനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്. ഏതൊക്കെയാണ്? ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്. ഈ 3 കാറ്റഗറിയിലുള്ളതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ. ഈ ഡ്രഗ്സുകളെല്ലാം തന്നെ കിട്ടുന്നത് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ്. നമ്മുടെ ആൻജിയോസ്പേമില്ലേ, ആ ഫ്ലവറിങ് പ്ലാന്റ്സുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ 3 ടൈപ്പ് കാറ്റഗറിയിലെ ഡ്രഗ്സ് കിട്ടുന്നത്. മിക്കവാറും ചെടികളുടെ ചിലപ്പോൾ ഫ്ലവർ ആവാം, ചിലപ്പോൾ ഫ്ലവറിൻ്റെ ലീഫായിരിക്കാം, ചിലപ്പോൾ സ്റ്റെം ആവാം, റൂട്ടാവും. ഈ പ്ലാന്റ്സിൻ്റെ തന്നെ പല പല ഭാഗങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ഡ്രഗ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും കെമിക്കൽസ് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രഗിൻ്റെ ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗുകളായിട്ട് മാറ്റുന്നത്. അപ്പോൾ മെജോറിറ്റി ഈ കാറ്റഗറി വരുന്നത് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഫ്ലവറിങ് പ്ലാന്റ്സുകളിൽ നിന്നാണ്. പിന്നെ ചിലത് നമുക്ക് കിട്ടുന്നത് ചില ഫംഗസുകളിൽ നിന്നാണ്. സം ഫംഗയിൽ നിന്നും നമുക്ക് ഇതുപോലത്തെ ഡ്രഗ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാറ്റഗറി നോക്കാം, ഒപ്പിയോയിഡ്സ്. എന്താണ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്? സോ ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സ്. ഒപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഈ ഒപ്പിയോയിഡ് പോലത്തെ കാറ്റഗറിയിലെ ഡ്രഗുകളെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഒപ്പിയോയിഡ് ഡ്യൂട്ടി എന്നാൽ ദീസ് ആർ ഡ്രഗ്സ്, ഈ പറഞ്ഞ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഡ്രഗ്സ് എന്ത് ചെയ്യും? ബൈൻഡ് ടു സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ബോഡിയിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെയും അവിടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒപ്പിയോയിഡിനെ ബൈൻഡ് ചെയ്യാൻ പാകത്തിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ബോഡിയിലെ ഒപ്പിയോയിഡ് കാറ്റഗറിയിലുള്ള
ആ ഡ്രഗ്സുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലും എന്താ ഇതിനെ ബൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ മരുന്നുകൾ ആ റിസപ്റ്റേഴ്സുമായിട്ട് ഈ മരുന്നിൻ്റെ അവർ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ അതിൻ്റെ എക്സാമ്പിൾ ഒപ്പിയോയിഡ്സിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഹെറോയിൻ എന്ന് പറയും. ഹെറോയിൻ അല്ലെങ്കിൽ കോമൺ ആയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് സ്മാക്ക്. ഹെറോയിൻ അഥവാ കോമൺലി കോൾഡ് ആസ് സ്മാക്ക്. സോ ഹെറോയിൻ അഥവാ കോമൺലി നമ്മൾ വിളിക്കുന്ന സ്മാക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കെമിക്കലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഡൈ അസെറ്റൈൽ മോർഫിൻ ആണ്. സോ ഹെറോയിൻ അഥവാ സ്മാക്ക് എന്ന് പറയുന്നത് കെമിക്കലി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതെന്താണ്? ഡൈ അസെറ്റൈൽ മോർഫിൻ. ഡൈ അസെറ്റൈൽ മോർഫിൻ ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, വെള്ള കളറാണ്, കളർലെസ് ആണ്, വൈറ്റ് കളർലെസ്. അതുപോലെ ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടുകളാണ്, ക്രിസ്റ്റൽ പോലത്തെ ബിറ്റർ കോമ്പൗണ്ടുകളാണ് ഈ പറഞ്ഞ ഡൈഅസെറ്റൈൽ മോർഫിൻ എന്ന് പറയുന്ന ഹെറോയിൻ അല്ലെങ്കിൽ സ്മാക്ക്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഡൈഅസെറ്റൈൽ മോർഫിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് അസെറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിനെ അസെറ്റൈലേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഡൈഅസെറ്റൈൽ മോർഫിൻ. ഈ ഡൈഅസെറ്റൈൽ മോർഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറോയിൻ അഥവാ സ്മാക്ക്. സോ മോർഫിനെ അസെറ്റൈലേഷൻ നടത്തുമ്പോൾ കിട്ടുന്നതാണ് ഡൈഅസെറ്റൈൽ മോർഫിൻ, നമ്മുടെ ഹെറോയിൻ അഥവാ സ്മാക്ക്. ഇനി എങ്ങനെയാണ് നമുക്ക് മോർഫിനെ കിട്ടുന്നത്? മോർഫിൻ നമുക്ക് കിട്ടുന്നത് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ്. പോപ്പി പ്ലാന്റ്, അതായത് നമ്മുടെ ഒപ്പിയം പോപ്പി എന്ന് പറഞ്ഞ പോപ്പി പ്ലാന്റിൻ്റെ ലാറ്റക്സ്, അതിൻ്റെ ലാറ്റക്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് മോർഫിനെ കിട്ടുന്നത്. സോ ഈ പോപ്പി പ്ലാന്റിൻ്റെ പേരാണ് പപ്പാവർ സോംനിഫറം. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പപ്പാവർ സോംനിഫറം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒപ്പിയം പോപ്പി. ഈ പോപ്പി പ്ലാന്റിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ മോർഫിനെ കിട്ടുന്നത്. ഈ മോർഫിനെ അസെറ്റൈലേഷൻ നടത്തി ഡൈ അസെറ്റൈൽ മോർഫിൻ ആക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്ന പേര് ഹെറോയിൻ അഥവാ സ്മാക്ക്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇവർ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവർ എങ്ങനെയാണ് അതിന് അവരുടെ ബോഡിയിലേക്ക് കയറ്റുന്നത്? ഒന്നുകിൽ ഇഞ്ചക്ഷൻ വഴിയാവാം, അല്ലെങ്കിൽ സ്നോട്ടിങ് ആവാം. നമ്മൾ ഇങ്ങനെ വലിക്കുന്നതാണ് സ്നോട്ടിങ്. സ്നോട്ടിങ് അഥവാ ഇഞ്ചക്ഷൻ, ഈ രണ്ട് മെത്തേഡുകളിലൂടെയാണ് ഈ ഹെറോയിൻ അല്ലെങ്കിൽ സ്മാക്ക് ഈ പറഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ ഹെറോയിൻ നമ്മുടെ ബോഡിയിൽ കയറുകയാണെങ്കിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഹെറോയിൻ അഥവാ സ്മാക്ക് നമ്മുടെ ബോഡിയിൽ ഒരു ഡിപ്രസൻ്റായിട്ട് നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റികളെ ഡിപ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡിപ്രസൻ്റ് ആക്ഷനാണ് ഹെറോയിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ മിക്ക ഫങ്ഷൻസും സ്ലോ ഡൗൺ ആവും. സോ ചില ഡ്രഗുകൾ യൂസ് ചെയ്താൽ അവർ ഒട്ടും ആക്റ്റീവ് അല്ലാണ്ട് ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ഇതുപോലത്തെ മരുന്ന്. സോ ഡിപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകളാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ഡ്രഗുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ടിവേറ്റഡ് അല്ലാണ്ട് ചുമ്മാ അങ്ങനെ വെറുതെ ഏതോ ഒരു ലോകത്തിരിക്കും. സോ ഡിപ്രസൻ്റ് ആണ്, അതുകൊണ്ട് എല്ലാ ഫങ്ഷൻസും ഭയങ്കര സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. സോ സ്ലോ ഡൗൺ ബോഡി ഫങ്ഷൻ, അതാണ് ഒപ്പിയോയിഡ് കാറ്റഗറിയിൽ വരുന്ന ഹെറോയിൻ അഥവാ സ്മാക്ക്.